മാധുര്യമാം നിൻമൊഴികൾ തണുപ്പിക്കുന്നെൻ ഹൃദയം. മാധുര്യമാം നിൻമൊഴികൾ തണുപ്പിക്കുന്നെൻ ഹൃദയം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻമുഖമെൻ ഹൃദയത്തിനായി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 39-ാം സങ്കീർത്തനം 4-ാം വാക്യം. എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ദാവീദ് ആഴത്തിൽ ചിന്തിച്ചപ്പോൾ അവൻ്റെ ഹൃദയം ചൂടായി. ഇത് കോപത്തിൻ്റെ ചൂടായിരുന്നില്ല, അത് ബോധ്യത്തിൻ്റെ തീയായിരുന്നു. ദൈവം മുൻപാകെയുള്ള നിശബ്ദത പലപ്പോഴും ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ തീ കത്തിക്കുവാൻ അനുവദിക്കുന്നു. ദൈവത്തിന് മുൻപാകെ തീ കത്തുന്നതുവരെ നിശബ്ദരായിരിക്കുവാൻ നമുക്ക് കഴിയാറുണ്ടോ? നമ്മൾ പലപ്പോഴും ദൈവസന്നിധി തിരക്ക് കൂട്ടുന്നവരാണ്. പരാതികളും പരിഭവങ്ങളും മാത്രം. എന്നാൽ ദൈവസന്നിധിയിൽ മൗനമായിരിക്കുമ്പോഴാണ് ദാവീദിനെ പോലെ ഹൃദയത്തിന് ചൂടുപിടിക്കുന്ന അനുഭവത്തിലേക്ക് ഉയരുവാൻ നമുക്ക് കഴിയുന്നത്. അവൻ്റെ ഹൃദയം ചൂടുപിടിച്ച് ധ്യാനത്തിങ്കിൽ തീ കത്തിയപ്പോൾ ദാവീദിന് നിശബ്ദനായിരിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത് അവൻ്റെ ഉള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നു. അവൻ്റെ വാക്കുകൾ പുതുതായി രൂപപ്പെടുന്നു. തണുത്ത ഹൃദയങ്ങൾ ശൂന്യമായ വാക്കുകൾ പുറപ്പെടുവിക്കുമ്പോൾ ദിവ്യാഗ്നിയിൽ സ്പർശിക്കപ്പെടുന്ന ഹൃദയങ്ങൾ ശക്തിയും അനുകമ്പയും സത്യവുമുള്ള വാക്കുകൾ പുറപ്പെടുവിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ദാവീദിനെ പോലെ ദൈവവചനത്തിൻ്റെ അഗ്നി നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്നതുവരെ ദൈവസന്നിധിയിൽ നിശബ്ദയോടെ നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ സന്നിധിയിൽ നിശബ്ദതയോടെ ഇരുന്ന് ഹൃദയം കത്തുന്ന അനുഭവത്തിലേക്ക് എന്നെ രൂപപ്പെടുത്തണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.